ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് എല്ലാവർക്കും ഞാൻ ദാൽ റെസിപ്പി, അതായത് സിമ്പിളായിട്ടൊരു ദാൽ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു തരാം. ഇത് മിക്സ് ഡാലാണ് കേട്ടോ. ഇത് മിക്സാണ്. ഇത് മൈസൂർ ദാൽ എന്ന് പറയും. എങ്ങനെയാണ് ദാൽ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, നമ്മുടെ ആൻഡമാൻ സ്റ്റൈൽ. രാവിലെ തന്നെ നല്ല വെട്ടം നമ്മുടെ കിച്ചണിലോട്ട് വരുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. നല്ല കാറ്റ് വരും, അതാണ് ഇതിട്ട് മറച്ചിരിക്കുന്നത്. ഇതാണ്ട് ഞാൻ ഡാല് കഴുകി അടുപ്പത്ത് വെച്ചു കേട്ടോ. ഡാലിൽ നമുക്ക് എന്തൊക്കെ ഇട്ടാണ് വേവിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞ കളർ വേണം കേട്ടോ. കുറച്ചേറെ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കായത്തിൻ്റെ പൗഡർ ഇവിടെ മേടിച്ച് വെക്കും. ഈ കായപ്പൊടി നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് തോനെ, അതിപ്പം തിളയ്ക്കാൻ തുടങ്ങി കേട്ടോ. തിളയ്ക്കാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ ഇതിട്ടത്, മഞ്ഞൾപ്പൊടി. ഇപ്പം കായപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ സാമ്പാറിൻ്റെ അത്രയൊന്നും ഇട്ട് കൊടുക്കരുത്, അതിൻ്റെ പകുതി പോലും ഇടരുത്. ഈ ദാലെന്നൊക്കെ പറയുന്ന ഒരു ഗ്യാസ് തരുന്ന ഒരു, നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ഒരു ഐറ്റം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് കായപ്പൊടി ചേർക്കണം. ഹീങ് എന്ന് പറയും. ദാലിന് ടേസ്റ്റ് തരുന്ന മെയിൻ ഘടകമാണ് കടുകെണ്ണ. അപ്പോൾ വേവിക്കുമ്പം തന്നെ നമ്മൾ കടുകെണ്ണ ഒഴിച്ചു കൊടുക്കണം. കടുക് വറുക്കാൻ നേരത്തെ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് വറുത്താൽ മതി. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളുടെ കാലുവേദന, മുട്ടുവേദനയുടെയൊക്കെ മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഇതിൻ്റെ ഈ ഫേനയെന്ന് പറയും, അതായത് ഇതിൻ്റെ പതയുണ്ടല്ലോ, നമ്മൾ എടുത്തിട്ട് അങ്ങ് വെളിയിൽ കളയണം. ഞാനിപ്പോൾ ജനൽ തൊട്ടപ്പുറത്തായിട്ടുണ്ട്, അങ്ങനെ കളഞ്ഞ് നിങ്ങൾക്ക് പാത്രത്തിൽ എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് പിന്നെയും നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിൻ്റെ ഈ പറയുന്നത്, ഈ ബബിൾസ് വരത്തില്ലേ, അതൊരിക്കലും നമ്മൾ കഴിക്കരുത്. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്തി ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കാലിനും മുട്ടുവേദന, സന്ധിവേദനയൊക്കെ വരും. ഡാലിനൊക്കെ കടുക് വറുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെളുത്തുള്ളി കഴുകി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടിട്ട് വേണം 2 വിസിൽ അടിക്കാൻ. ഇതാണ്ടേ ഡാലിലേക്കുള്ളത് വെളുത്തുള്ളി. തീരെ കൊച്ചായിട്ട് അരിയണ്ട, 3-4 കീറിയും ഇട്ടാൽ മതി. ആണ്ടേ ഇട്ട് കൊടുത്ത്, പിന്നെ വേണ്ടത് നമുക്ക് ഒരു പച്ചമുളക്. നമ്മൾ ഡാലിൽ നമ്മൾ കൂടുതൽ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഉള്ള സമയത്ത് അവർക്ക് കഴിക്കുമ്പോൾ എരി അറിയും. അതുകൊണ്ട് പിന്നെ നമ്മൾ ഡാലെന്ന് പറയുന്ന എരിയുള്ളൊരു വിഭവമല്ല, എരിയുള്ളതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് കുക്കറിൽ തന്നെ അങ്ങ് കടുക് വറുക്കുന്നതിന് മുമ്പ് കുക്കറിൽ തന്നെ ഡാലിൻ്റെ കൂടെ ഇട്ട് കൊടുക്കും. ഡാലിൽ നമ്മൾ സാമ്പാറിനൊക്കെ അങ്ങനെ തക്കാളി ചേർക്കുന്നവരുണ്ട്. പക്ഷേ ഡാല് പെട്ടെന്ന് ഈ ചൂട് സമയമായിട്ടുണ്ട് വളിക്കും. അപ്പോൾ അതുകൊണ്ട് ഡാൽ എപ്പോഴും ചൂടാക്കേണ്ട ആവശ്യമില്ല. ഡാലിൽ ഒരു 1/4 ഭാഗം, അരയും വേണ്ട, ചെറിയ തക്കാളിയുടെ ഒരു 1/4 ഭാഗം ടിപ്പാണ് നമ്മൾ ഇട്ട് പിടിച്ച ഈ പുളിരസം കാരണം അത് വളിക്കില്ല. ഇത്രയേ ഉള്ളൂ. ഞാൻ ഡാൽ അടച്ച് വേവിക്കാൻ പോവുകയാണ്. ഇത് ഡാലിൻ്റെ 1 വിസിലാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും കേട്ടോ. 1-2 വിസിൽ ഇത് വേവ് അനുസരിച്ചിരിക്കും. ഓഫ് ചെയ്തിട്ട് നമുക്ക് വെള്ളരിക്ക അല്ലെങ്കിൽ തടിയങ്ക അങ്ങനെയുള്ള എന്ത് കാ വേണമെങ്കിലും, മത്തങ്ങ ഇടരുത് കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇവിടെ ഇച്ചിരി അധികം വരുന്നത്, അതിനെ വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡാലിനകത്ത് ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് വെന്ത് അങ്ങ് ഇതായിപ്പോൾ നമുക്കിത് കിട്ടില്ല. അങ്ങനെ ഞാനിത് കഴുകി വെച്ചിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ കടുക് വറുക്കുന്ന സമയത്തിൽ ഇവിടെ നമുക്ക് മുരിങ്ങ മരമുണ്ട്. ഇപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഡാല് കടുക് വറുക്കുമ്പം ലാസ്റ്റ് ടൈമിൽ, ആദ്യമേ നമ്മൾ ചൂടോടെ ഒരിക്കലും ഡാലിനകത്ത് മുരിങ്ങയില ഇടുകയും ചെയ്യരുത്. കടുക് വറുക്കുന്ന സമയത്ത് ഇടുവാണെങ്കിൽ ഡാലിന് കളർ വ്യത്യാസം വരില്ല. കുറച്ച് വഴറ്റിയിട്ട് ഈ മുരിങ്ങയില അതിൽ ചേർക്കുക. അത് വെച്ചിരിക്കുകയാണ്, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ അടപ്പ് എടുത്തു കേട്ടോ. ഡാല് അതായത് 1 വിസിലിനോളം ആവേണ്ട വേവിൽ വെന്തു. ഇനി ഞാൻ ഈ കുറച്ചധികം ഇരുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് 1 ട്രിപ്പും കൂടെ അടച്ച് വേവിക്കണം. ഞാൻ എൻ്റെ വെള്ളം വെട്ടി തിളച്ചു. എനിക്കിത് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള ചൂടുവെള്ളമാണ്. ഞാൻ ഓഫ് ചെയ്യുകയാണ്. കടുക് വറുക്കാനായിട്ട് ഞാൻ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എണ്ണ നല്ല ചൂടായിട്ട് കടുക് വറുക്കാം. കടുക് വറുക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഉണക്കമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മുരിങ്ങയില, പിന്നെ ഉള്ളി. നമ്മൾ കുക്കറിൽ ഡാല് വെച്ചപ്പോൾ പോലും നമ്മൾ ഉള്ളി ചേർത്തിട്ടില്ല കേട്ടോ. കാരണം ഈ ഡാലിന് പൊതുവെ ഉള്ളി വളരെ കുറവ് മതി. വലിയ വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണം, വലിയ വെളുത്തുള്ളി 3 എണ്ണം കീറിയിട്ട്, ഈ ഉള്ളിയൊക്കെ തോനെ ചേർത്ത് കഴിഞ്ഞാൽ ഡാലിൻ്റെ രുചി പോവുകയാണ് ചെയ്യുന്നത്.
കുറച്ചുള്ളി മാത്രം മതി കടുക് വറുക്കാൻ. എണ്ണ നല്ല ചൂടായി. നമുക്ക് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം. കടുക് കുറച്ച് മതി കേട്ടോ. ഇതിന് മെയിനായിട്ട് ഡാലിൽ ജീരകം. അപ്പം നിങ്ങൾ ഒരിക്കൽ ഇത്ര ഏറെ ഇടണം. എത്രയും ജീരകം തോനെ ഇടുന്നോ അത്രയും ടേസ്റ്റ് കൂടും ഡാലിന്. ജീരകത്തിൻ്റെ കളർ മാറുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് അങ്ങ് ഫ്രൈ ആയും ജീരകം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി കുറച്ച് വഴണ്ടപ്പോഴത്തേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്ത്. ഉണക്കമുളക് ഞാൻ ആദ്യമേ ഇട്ട് കൊടുക്കത്തില്ല എപ്പോഴും. കാര്യം എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് വരെ അങ്ങ് കറുത്ത് പോകും. അതുകൊണ്ട് എപ്പോൾ കടുക് വറുത്താലും ശരി ഉണക്കമുളക് ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് ഇടത്തുള്ളൂ. ഇനി അത് കറക്റ്റ് മൂപ്പ് ഉണക്കമുളകും ഉള്ളിയും കൂടെ ആയി വരും. വഴണ്ടി വരുന്നു. നമുക്കിതാ എത്രയും പെട്ടെന്ന് തന്നെ മുരിങ്ങയില ഇട്ട് കൊടുക്കാം. മുരിങ്ങയില നമ്മൾ ഒരു കാരണവശാലും ചൂട് ഡാലിലോട്ട് ഇടരുത്. കാരണം അതിൻ്റെ കളർ ഡാലിൻ്റെ അങ്ങ് വ്യത്യാസം വരും. പൊട്ടിത്തെറിക്കുന്നുണ്ടോ? ആ വരുന്നു അച്ചുലു. അതെ, ഇനി നമുക്കങ്ങ് ഓഫ് ചെയ്യാണ്. നമുക്ക് പിന്നെ ഡാലിലോട്ട് എടുത്ത് ഒഴിക്കാം. നമ്മുടെ ഡാൽ റെഡിയായി. നമുക്കിതിലേക്ക് നമ്മുടെ കടുക് വറുത്ത എല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഏറ്റവും ഒരു ലിപ്പ് 1/4 സ്പൂൺ നെയ്യ് നമ്മൾ ഈ ഡാലിൽ ചേർത്ത് കൊടുക്കും. ഏറ്റവും ലാസ്റ്റ് അതൊരു ടിപ്പാണ് കേട്ടോ. ഡാലിൻ്റെ രുചി കൂടും. വേണ്ട. അപ്പോൾ ഇതും ചിന്തിച്ച് നോക്ക്. രാവിലെ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ഈ എത്ര വിറ്റാമിനാണ്. ഡാല് പിള്ളേർക്ക് കൊടുക്കാൻ തന്നെയാണെങ്കിൽ ദാണ്ട മുരിങ്ങയില, ദാണ്ട നമുക്ക് കപ്പയ്ക്കയോ പിന്നെ ഈ അങ്ങനെയുള്ള കപ്പയ്ക്ക, വെള്ളരി, അങ്ങനെയുള്ള മത്തങ്ങയൊക്കെ കഴിച്ചാൽ, മത്തങ്ങ എന്ന് കഴിച്ചാൽ ഡാലിൻ്റെ രുചി അങ്ങ് പോകും. അങ്ങനെയുള്ള തടിയങ്ക എന്നൊക്കെ പറയത്തില്ല, അങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല എന്താ ഞാൻ പറയുന്നത്, വിറ്റാമിൻ്റെ ഒരു കലവറ തന്നെ നമുക്ക് രാവിലെ തന്നെ നാസ്തയിൽ ബ്രേക്ക്ഫാസ്റ്റിൽ കിട്ടും. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണം. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാനെന്താ, മോസ്റ്റ്ലി ഇപ്പം നോർത്ത് ഇന്ത്യൻകാരെക്കാട്ടി കൂടുതലായിട്ട് സൗത്ത് ഇന്ത്യൻകാരാണ് ഡാൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, എങ്കിൽ പിന്നെ ബായ്.